ഈസി ആയിട്ട് ഇപ്പോൾ എന്താ ഇപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഞങ്ങൾ മലപ്പുറംകാർക്ക് ഇത് സുപരിചിതമാവും, കാരണം എപ്പോഴും എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ തക്കാളി കൂട്ടാൻ. അപ്പോൾ അതെന്നാൽ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ മതി, അറിയാത്തവർ കാണട്ടെ. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനിപ്പോൾ ഞാൻ വലിയ ഒരു 6 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് എൻ്റെ അടുത്ത് അധികം പഴുക്കാത്ത തക്കാളിയാണ്. അത് കഴുകിയിട്ട് നല്ല ചെറുതാക്കി അരിയാം കേട്ടോ, മാക്സിമം ചെറുതാക്കുക. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവില്ലേ എന്താ ഇപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുള്ളതെന്ന്. ഇവിടെ എൻ്റെ മാപ്പിളക്ക് തൊലിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ആട്ടോ ഇഷ്ടം. പിന്നെ ഇതാ വെളുത്തുള്ളി ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ടാക്കി ഇങ്ങനെ ചെറുതാക്കി കട്ടാക്കുക കേട്ടോ. ഇത്ര സാധനങ്ങൾ കേട്ടോ അതിലേക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ടത് ചൂടായതിൻ്റെ ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക, പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയുടെ കൂട്ടെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അതിലേക്ക് കുറച്ചൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി പൊടി, ആവശ്യത്തിന് ഉപ്പ്, കാരണം നമ്മൾ ചോറിൽക്കാവുമ്പോൾ അത്യാവശ്യം ഉപ്പ് വേണം, അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കാശ്മീരി പൊടി നിർബന്ധമില്ല കേട്ടോ. ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ തക്കാളി അധികം പഴുക്കാത്ത തക്കാളിയായ കാരണം തീരെ കളറ് കുറവാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്കത് ചേർക്കേണ്ട ആവശ്യമില്ല, പച്ചമുളക് തന്നെ ചേർത്താൽ മതി, അതിൻ്റെ ആ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വരേണ്ടത്. പിന്നെ കുറച്ച് നന്നായി ഒന്ന് മൂടി വേവിച്ചതിന് ശേഷം പിന്നെ നന്നായി ഒന്ന് കുറുകി വരുമ്പോൾ നല്ല വേവണം കേട്ടോ, അത്യാവശ്യം നല്ല വേവണം. ഇതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് പാകത്തിന്. അധികം ലൂസ് ആവാനും പാടില്ല, എന്നാൽ കൂടുതലായിട്ട് ടൈറ്റ് ആവാനും പാടില്ല. ആ ഒരു രൂപത്തിലാണ് കേട്ടോ അത് വേണ്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.